വാഷി ടാപ്പ് എന്ന് കേട്ടിട്ടുണ്ടോ? ഞാൻ ഈയിടെ അടുത്തായിട്ടാണ് കേട്ടോ അത്തരം ഒരു ടാപ്പിനെ കുറിച്ച് കേൾക്കുന്നത്. മാസ്കിംഗ് ടാപ്പ്, സെല്ലോ ടാപ്പ്, ഡബിൾ സൈഡ് ഇതൊക്കെയായിരുന്നു കേട്ടോ ഞാൻ ഇതുവരെ കേട്ടിട്ടുണ്ടായിരുന്നത്. വാഷി ടാപ്പിനെ കുറിച്ച് കേട്ടപ്പോൾ അതൊന്നും ഉണ്ടാക്കി നോക്കിയാലോ എന്നൊരു ആഗ്രഹം തോന്നി. നിങ്ങൾ കൂടുന്നോ എന്റെ കൂടെ? വലിയ പണിയൊന്നും ഇല്ലാന്നേ, കാര്യം സിമ്പിൾ ആണ്. ഇത് നമ്മുടെ കവായ് സ്റ്റിക്കർ ഉണ്ടാക്കുന്ന പോലെ പല രീതിയിൽ ഉണ്ടാക്കിയെടുക്കാന്നേ. ഞാനിവിടെ ഒരു രീതിയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. ബാക്കിയുള്ള രീതികളെ നമുക്ക് വഴിയെ പരീക്ഷിച്ച് നോക്കാം. ആദ്യം ഇതൊന്ന് കംപ്ലീറ്റ് ആകട്ടെ. ഒരു A4 പേപ്പർ എടുത്ത് ഇതുപോലെ കൃത്യമായ അളവിൽ ലൈൻസ് ഇട്ട് അതിനുള്ളിൽ നല്ല ക്യൂട്ട് പിക്ചേഴ്സ് അങ്ങോട്ട് വരച്ചെടുക്കാം. ഞാൻ കണ്ടിട്ടുള്ള എല്ലാ വാഷി ടാപ്പിലെയും പിക്ചേഴ്സ് വളരെ ക്യൂട്ടാണ് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ A4 പേപ്പറുകൾക്ക് നിറം നൽകിയിട്ടും അതിലും പിക്ചറും ചെയ്തെടുക്കാം കേട്ടോ. കളർ ചെയ്യാനൊന്നും നിന്നില്ല കേട്ടോ. വൈറ്റ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ക്യൂട്ട് പിക്ചേഴ്സ് അങ്ങ് വരച്ചെടുക്കുകയായിരുന്നു. ഇത് ഫസ്റ്റ് അറ്റംപ്റ്റ് അല്ലേ. നെക്സ്റ്റ് നമുക്ക് കളർഫുൾ ആക്കാന്നേ. ഇത്രയും പിക്ചേഴ്സ് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് റോളുകളാക്കി ചുറ്റിയെടുക്കണം. ജേണലുകളൊക്കെ ചെയ്യുന്നവർക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഈ വാഷി ടാപ്പ്. കുറച്ചധികം ആദ്യമേ അങ്ങ് ഉണ്ടാക്കി വെച്ചാൽ ജേണലുകളൊക്കെ എഴുതുമ്പോൾ കളർഫുളും അടിപൊളിയുമാക്കാം. ഞാനിവിടെ ഒരു 10-12 റോളുകൾ ചെയ്തെടുത്തിട്ടുണ്ട്. മറ്റൊരു ദിവസം നമുക്ക് സ്റ്റിക്കർ രൂപത്തിലുള്ള വാഷി ടാപ്പുകൾ ഉണ്ടാക്കിയെടുക്കാമേ. ഇന്നത്തേക്ക് ബൈ പറയട്ടെ. നമുക്ക് വീണ്ടും കാണാം.